വളരെ എളുപ്പത്തിൽ ബ്രെഡ് വെച്ചിട്ട് ഒരു 5 മിനിറ്റിനുള്ളിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡ് മുറുക്ക് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. വിശ്വാസം വരുന്നില്ലല്ലേ? എന്നാലും നിങ്ങൾ വിശ്വസിച്ച് മതിയാകും. ഇത് 5 മിനിറ്റ് കൊണ്ടാണ് ഞാനിതാ ഈ ഒരു 2-3 ബ്രെഡ് ഉപയോഗിച്ചിട്ട്, നിങ്ങൾക്ക് എത്ര ബ്രെഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. ബ്രെഡ് വീട്ടിലുണ്ടോ? ഇതേപോലെ മുറുക്കൊക്കെ വീട്ടിലെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താലേ അവർക്കത് നന്നായിട്ട് ഇഷ്ടമാവും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ചില പൊടിക്കൈകളൊക്കെ ഞാനിതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രെഡ് ആയതുകൊണ്ട് തന്നെ. ഇതൊരു അഗസ്തി പൂവാണ്. നമ്മൾ ഈ അഗത്തി മരത്തിൻ്റെ പൂവ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? അപ്പോൾ അതാണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ആകെപ്പാടെ ഒരു 3 പൂവേ ഉള്ളായിരുന്നു. അത് വേറെ ഒന്നും ചെയ്യാനായിട്ട് പറ്റാത്തത് കൊണ്ട് ഞാൻ ഇതിലോട്ട് ഇട്ട് പിന്നെ നമ്മുടെ കുട്ടികൾക്ക് മുറുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ അല്ലാതെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് കഴിക്കാൻ പാടല്ലേ. അപ്പോൾ പിന്നെ ഇതേപോലെയൊക്കെയുള്ള പൊടിക്കൈകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ മുറുക്ക് നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കഴിക്കാനും ഭയങ്കര ഉത്സാഹമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നുള്ളി ഇടുക. പിന്നെ അതിനുശേഷം ഞാനിവിടെ ഇതിലേക്ക് കുറച്ച് പിന്നെ അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി ആയാലും കോൺഫ്ലവർ ആയാലും നമുക്ക് എടുക്കാവുന്നതാണ്. കുറച്ചുകൂടി ക്രിസ്പി ആവാനുള്ളത് കൊണ്ട് തന്നെ അരിപ്പൊടി നല്ലതാണ്. അരിപ്പൊടിയും ബ്രെഡും ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് 1-2 ഐറ്റം മാത്രം മതി. ഇതിന് ഒരുപാട് ഐറ്റംസ് ഒന്നും തന്നെ വേണ്ട. അപ്പോൾ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റും പെട്ടെന്ന്. ഈ മക്കളൊക്കെ എനിക്കിത് വേണം, പുറത്തുനിന്നൊക്കെ സ്നാക്സ് വാങ്ങി കൊടുക്കുന്നതിനെക്കാട്ടിയും ഏറ്റവും ബെറ്ററാണ് നമുക്കിതുപോലെ വീട്ടിലുണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ കുറച്ച് കോൺഫ്ലവറും ഞാൻ കുറച്ച് അരിപ്പൊടിയും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഇച്ചിരി മുളക് പൊടിയും കൂടി. അത് കാശ്മീരി ചില്ലി ആണെങ്കിൽ കുറേ കൂടി ബെറ്ററാവും. ഞാൻ ഇച്ചിരി എരിവുള്ള നല്ല മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരല്പം ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇടാൻ മറക്കണ്ട കേട്ടോ. എല്ലാം കൂടി ഇട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ ഞാനിവിടെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ തോട് കളയാതെ ഇഞ്ചി എടുക്കുന്നത് കേട്ടോ. നമുക്ക് ദഹനം കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഈ ഇഞ്ചി തൊലി കളയാതെ നമ്മൾ നമ്മുടെ ശരീരത്തിനുള്ളിലോട്ട് ചെന്നാൽ ഒരുപാട് അസുഖങ്ങൾ ഇതങ്ങോട്ട് ചേർക്കും കേട്ടോ. നല്ല പ്രതിരോധ ശേഷിയുള്ളതാണ് ഇഞ്ചിയുടെ തൊലി എന്ന് പറയുന്നത്. അതങ്ങോട്ട് കളയാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഞാനിതിനെ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ പിന്നെ ഈ രണ്ടും കൂടി മിക്സാക്കിയതുകൊണ്ട് കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റും നല്ല മണവുമാണ് കേട്ടോ. പിന്നെ ഇതിലോട്ട് കുറച്ച് മല്ലിയിലയാണ് കേട്ടോ. ഈ നമ്മുടെ മൈസൂർ മല്ലിയില ഉണ്ടല്ലോ, അതാണ് ഞാനിതിലിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. കറിവേപ്പില നല്ലതാണ്. കറിവേപ്പിലയും നമുക്ക് കാൽസ്യമൊക്കെ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒരു ഇലയാണ് കറിവേപ്പില കേട്ടോ. അത് അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതാണ്. പക്ഷെ എനിക്ക് അരയ്ക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിൽ ഞാനിതാ ഏറ്റവും നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഗസ്തിപ്പൂ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇത് ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ. ഇത് ഒരുവിധപ്പെട്ട എല്ലാ അസുഖങ്ങൾക്കും പ്രതിരോധമായിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ ഈ അഗസ്തിപ്പൂ എന്ന് പറയുന്നത്. നമ്മുടെ പിന്നെ വയറ്റിനുള്ളിലെ ചെറുകുടലിനുള്ളിലെ ഒരുപാട് അസുഖങ്ങൾ തടയുന്നത്, ഈ ചെറിയ ചെറിയ കുരുക്കളൊക്കെ വരാതെ നമ്മളെ കാക്കുന്നത്, ഫൈബ്രോയിഡിൽ നിന്ന് നമ്മളെ എളുപ്പത്തിൽ കാത്ത് സംരക്ഷിക്കും. അങ്ങനെയുള്ളൊരു സംഭവമാണ് ഈ ഒരു അഗസ്തിപ്പൂ എന്ന് പറയുന്നത്. അതെങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഉള്ളിലോട്ട് പോകാൻ കേട്ടോ. പിന്നെ കുട്ടികൾക്ക് നമുക്ക് എളുപ്പം കൊടുക്കാൻ പറ്റുന്നത് ഇതേപോലെ തന്നെയാണ്. ഞാനതിനെ അരിഞ്ഞ് ഇതിലോട്ട് ഇട്ടിട്ട് ഇനി ഇതെല്ലാം കൂടി അങ്ങോട്ട് ഞവടി എടുക്കുക. പിന്നെ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഉണ്ടെങ്കിലേ ഈ മുറുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ നിങ്ങൾ എന്നോട് ഇപ്പോൾ ചോദിക്കുന്നുണ്ടായിരിക്കും അല്ലേ? അങ്ങനെയില്ല. ഈ 1-2 ബ്രെഡ് ഉണ്ട്, വേറെ എന്തെങ്കിലും 1-2 ഐറ്റം കൂടി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്കിത് വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ സാധിക്കും കേട്ടോ. ഇനി ഞാനിതെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് പിന്നെ കുഴച്ച് കൊടുക്കുക. പിന്നെ ഇതിൽ തന്നെ ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നാൽ മാത്രമേ ആ ഒരു നമുക്ക് ഇത് കുഴച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നല്ലതുപോലെ അങ്ങോട്ട് ഞവടി കുഴച്ചെടുക്കുക. കുഴച്ച് നന്നായിട്ട് വെള്ളം പിന്നെ കൂടി പോകാണ്ടായിട്ട് നോക്കണ്ട കേട്ടോ. മുറുക്കിൻ്റെ പാകം ഏതാണെന്ന് നമുക്കറിയാമല്ലോ. ശരിക്കും നമ്മുടെ ചപ്പാത്തി മാവൊക്കെ നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുമല്ലോ, അതേപോലെ ആ ഒരു പരുവത്തിനായിരിക്കണം നമ്മൾ ഈ മുറുക്കിൻ്റെ
മാവ് എന്ത് ചെയ്യേണ്ടത്, ഇങ്ങനെ കുഴച്ചെടുക്കേണ്ടത്. പിന്നെ നല്ലതുപോലെ കുഴച്ചെടുക്കുക. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും. നമ്മൾ ഉദ്ദേശിക്കുന്ന ക്രിസ്പിനെസ് ഒന്നും അവിടെ കിട്ടത്തില്ല. പിന്നെ അത് കട്ടി കൂടും, ഭയങ്കര ബുദ്ധിമുട്ടാവും. നമുക്ക് കടിച്ചൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അത് നല്ല ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പം ഞാനിത് ചപ്പാത്തി മാവിൻ്റെ അതേ പരുവത്തിന് ഇവിടെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇനി അടുത്ത് എണ്ണ വെച്ചിട്ട് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിനെ ഉരുളകളാക്കിയിട്ട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി എടുക്കുക. പിന്നെ എൻ്റെ ഒരു കയ്യിൽ ക്യാമറ ഇരിക്കുകയാണ്, മറു കൈ കൊണ്ടാണ് ഞാൻ ഒരൊറ്റ കൈ കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് ഇത്രയൊക്കെ എന്നെ കൊണ്ട് പറ്റത്തുള്ളൂ. പിന്നെ ഇവിടെ ക്യാമറ എടുത്തു തരാനായിട്ട് ആരും ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ സ്വന്തം കൈ കൊണ്ട് ഇങ്ങനെ എനിക്കെടുക്കാൻ നിർബന്ധമാണ് ഞാൻ. അപ്പോൾ ഞാനിങ്ങനെ ഒരു കൈ കൊണ്ട് ശരിക്കും ഇതേപോലുള്ള വലിപ്പത്തിലാണ് ഞാനിത് ഉരുളകളാക്കി പിടിക്കുന്നത് കേട്ടോ. പിന്നെന്താണ്, രണ്ട് കൈ ഉപയോഗിച്ചാണെങ്കിൽ കുറച്ചുകൂടെ നൈസായിട്ട് നമുക്ക് ഈ സംഭവം ചെയ്ത് എടുക്കാം. പിന്നെ ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ ഒരു കൈ കൊണ്ടാവുമ്പോഴേ ഇത്രയൊക്കെ പെർഫെക്റ്റ് എനിക്ക് കിട്ടത്തുള്ളൂ. എന്നാലും കുഴപ്പമില്ല, തിന്നാനായിട്ട് രസമാണ് കേട്ടോ. അതിൽ നമ്മൾ നോക്കുന്നത്. ഇനിയിപ്പോൾ എങ്ങനെ ഇരുന്നാലും നമുക്ക് ഇതിനൊന്നും യാതൊരു പ്രോബ്ലം ഇല്ല. അപ്പം ഞാൻ ഇതേപോലെ ഓരോ ഉരുളകൾ ചെറിയ ചെറിയ, നമ്മൾ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുമല്ലോ, ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഇങ്ങനെ പുഴു പോലെയാണ് ഞാനതിനെ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ തിന്നാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇതിങ്ങനെ ഉണ്ടാക്കിയാൽ. ആദ്യം ഞാനിതെല്ലാ ഉരുളകളും ഇങ്ങനെ ഉണ്ടാക്കി ഈ പ്ലേറ്റിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് എണ്ണ ചൂടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എണ്ണ ചൂടാക്കാൻ വെക്കുമ്പോൾ നമുക്ക് ഈ ഉരുളകൾ ഇങ്ങനെ ആക്കി വെച്ചാൽ മൊത്തത്തിലെടുത്ത് അങ്ങ് തട്ടാമല്ലോ. അപ്പോൾ ആ ഒരു ഉദ്ദേശം വെച്ചിട്ടൊക്കെയാണ് ഞാൻ ഈ സംഭവം ഇങ്ങനെ ചെയ്ത് നോക്കിയത്. അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ഉരുളകളെല്ലാം ഞാനിവിടെ സെറ്റാക്കി കഴിഞ്ഞു. ഇനി ഞാൻ ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. ഫ്രൈ പാനിലോട്ട് ഞാൻ കുറച്ച് എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല തിളച്ച് വരിക. എണ്ണ നന്നായിട്ട് തിളച്ച് വന്നാൽ മാത്രമേ ഈ ഒരു സംഭവം നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എണ്ണ തിളയ്ക്കുന്നതും കാത്ത് ഞാനിങ്ങനെ വേഴാമ്പൽ മഴ കാത്തിരിക്കും പോലെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്, എൻ്റെ എണ്ണ തിളച്ച് വരുന്നു എന്ന് നോക്കിക്കൊണ്ട്. പിന്നെ എണ്ണയിൽ തിള വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇപ്പോൾ ഈ ഉണ്ടകളൊക്കെ എടുത്തിങ്ങനെ വെച്ചിരിക്കുകയാണല്ലോ. എന്നാലും ആദ്യം ഞാൻ ഓരോന്നോരോന്നായിട്ട് അരോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതങ്ങോട്ട് തട്ടിയിട്ട് കൊടുത്താലോ. എൻ്റെ പടച്ചോനെ, എല്ലാം എന്താ ഒട്ടിയിരിക്കുന്നു. സംഭവം എന്നെ പറ്റിച്ചു കേട്ടോ. എൻ്റെ ഉരുളകൾ കുറേ നേരമായില്ലേ ഇങ്ങനെ ഒറ്റ കൈ കൊണ്ട് പിടിച്ചൊക്കെ അവിടെ അവിടെ വെച്ചിട്ട്, അതുകൊണ്ട് തന്നെ സൈഡിൽ അവിടെ അവിടെയൊക്കെ പറ്റിയിരിക്കുന്നുണ്ട് കേട്ടോ. എനിക്കിതൊന്നും ഒരു വിഷയമേ അല്ല. ഞാൻ കൈ കൊണ്ടെടുത്ത് നമ്മുടെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കും. കണ്ടോ, എണ്ണയിൽ കിടന്ന് പുള്ളിക്കാരൻ അങ്ങനെ തിളച്ച് തിളച്ച് മറിയുന്നത് കണ്ടില്ലേ നിങ്ങൾ? ഞാൻ ഓരോന്നോരോന്നായിട്ടാണ് പിടിച്ചിട്ട് കൊടുത്തത് കേട്ടോ. പിന്നീട് എന്നെക്കൊണ്ട് എനിക്കറിയാമായിരുന്നു ഇതിൻ്റെ ആ പ്ലേറ്റിൽ ഇതങ്ങോട്ട് ഒട്ടിയിരിക്കുമെന്ന്. കാരണം പിന്നെ കുറച്ച് നേരമായല്ലോ ഇതിനെ ഞാൻ പിടിച്ചവിടെ വെച്ചിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഓരോ കൈകൾ വെച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് ഞാനെടുത്ത് ഇതേപോലെ 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 ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും പിന്നെ കുറച്ച് ഇടുമ്പോൾ തന്നെ ഇത് പെട്ടെന്നാവും കേട്ടോ, വേഗം മൂത്ത് വരും. അതുകൊണ്ട് തന്നെ പകുതിയെ ഞാൻ ഇതിൽ ഇടുന്നുള്ളൂ. മുഴുവൻ ഇട്ട് കഴിഞ്ഞാൽ ആദ്യം ഇട്ടതൊക്കെ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണയിലോട്ട് ഇട്ടിട്ട് ബാക്കി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടു, ഹാഫ് വേവായി പെട്ടെന്ന് തന്നെ ഞാനത് ഇട്ട് തീർന്നപ്പോൾ തന്നെ കണ്ടോ ഒരു ബ്രൗൺ കളറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ചെറിയ കളർ മാറ്റമൊക്കെ വന്നത് കണ്ടോ നിങ്ങൾ? ശരിക്കും ഇതേപോലെ കളർ മാറ്റമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് പെട്ടെന്ന് കോരിയെടുക്കാൻ പറ്റും. പിന്നെ ഒരുപാട് നേരം ഇട്ടിരിക്കേണ്ട, അത് കരിഞ്ഞു പോകും. ചെറിയ തീയിൽ തന്നെ വേവിക്കുക. ചെറിയ തീയിൽ ഇതിട്ട് പിന്നെ വറുത്തെടുക്കുന്നതാണ് നല്ലത്. അതല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ പെട്ടെന്ന് കരിഞ്ഞു പോകും. ബ്രെഡാണല്ലോ, വേഗത്തിൽ കരിഞ്ഞു പോകും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഇതാ ഏകദേശമൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇത് ഇങ്ങനെ ഉണ്ടാക്കി നമ്മൾ കുട്ടികൾക്ക് കൊടുത്താണ്ടല്ലോ, ഇതിലെല്ലാം നമുക്കിനി വേണമെങ്കിൽ കുറേ വെജിറ്റബിൾസൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കുറച്ച് നല്ല നല്ല വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ട് ഇതിങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും അവർ സുഖമായിട്ട് കഴിച്ചോളും കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസൊക്കെ ഇവരുടെ ഉള്ളിലേക്ക് പോവുകയും ചെയ്യും. ഇങ്ങനെ ആദ്യം നമ്മൾ ഇട്ട് കൊടുത്തത് നല്ല ക്രിസ്പി ആയിട്ടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്തായാലും ഇതിനെ അങ്ങോട്ട് വറുത്ത് കോരിയെടുക്കാം. ഇതേ കണ്ടോ, കളറൊക്കെ ചേഞ്ചായിട്ട് നല്ല മുറുക്കിൻ്റെ കളറായിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ? അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ട് ഈസി ആയിട്ട് യാതൊരുവിധ കഷ്ടപ്പാടും ഇല്ലാതെ എളുപ്പത്തിൽ ആര് വന്നാലും വളരെ പെട്ടെന്ന് നമുക്ക് ഇതുപോലുള്ള മുറുക്കോ ഇതേപോലുള്ള മറ്റ് പലഹാരങ്ങളോ ഒക്കെ നമുക്ക് വീട്ടിൽ
പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാം. വേറെ ഒന്നും വേണ്ട, നമുക്ക് ഇതേപോലെ ഒരു 3-4 ബ്രെഡ് നമ്മുടെ കൈവശം ഉണ്ടായിരുന്നാൽ മാത്രം മതി. അങ്ങനെ നമ്മളിതാ ഫസ്റ്റ് ആദ്യം ഇട്ടതെല്ലാം നമ്മളിതാ ഇവിടെ കോരി എടുത്തിട്ടുണ്ട്. ദേ നോക്കിയേ, എടുത്ത് എറിയുമ്പോൾ തന്നെ നല്ല പിന്നെ സൗണ്ടാണ്. അത്രയ്ക്ക് അതങ്ങോട്ട് മുരിഞ്ഞിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ട് ഇതങ്ങോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ ഇനി കുറച്ചുകൂടി ഉള്ള കേട്ടോ. അത് ഇതേപോലെ നമുക്ക് എന്തായാലും, പക്ഷെ തട്ടിയിട്ട് വീഴാൻ നല്ല പാടാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ചൊക്കെ വീഴുന്നുണ്ട് കേട്ടോ. എൻ്റെ ശക്തി അങ്ങോട്ട് എടുത്ത് ഞാനെല്ലാം അങ്ങോട്ട് തട്ടിയതാണ്. അപ്പോൾ തന്നെ കുറച്ചൊക്കെ ഇങ്ങോട്ട് വീഴുന്നുണ്ട്. എന്തായാലും കുറച്ചധികം കുടഞ്ഞിട്ടപ്പോലെ കുറേയൊക്കെ വന്ന് വീണിട്ടുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ പറക്കി ഇട്ട് കൊടുക്കും, അല്ല പിന്നെ എന്താ ഇപ്പം ചെയ്യല്ലേ. എന്തായാലും ഞാനങ്ങോട്ട് ബാക്കിയുള്ളതെല്ലാം പറക്കി അതേപോലെ എണ്ണയിൽ ഇട്ട് കൊടുത്തു. പെട്ടെന്ന് ഇത് ഇട്ട് കൊടുത്താൽ മാത്രമേ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് മൂത്ത് വരുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പലതും പല പരുവത്തിനായി പോകും. അതുകൊണ്ട് തന്നെ ഞാൻ അത് നോക്കിയിട്ട് മാത്രമേ ഞാനത് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഞാനിവിടെ എല്ലാം ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓരോന്നായിട്ട് പറക്കി ഇട്ട് കൊടുക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്നാലും ഞാനത് അങ്ങോട്ട് മൈൻഡൊന്നും ചെയ്യത്തില്ല. ബുദ്ധിമുട്ടൊക്കെ സഹിച്ചാൽ മാത്രമേ നമ്മുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആവുള്ളൂ. പിന്നെ ഇത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ പിന്നെ എന്താ ഇതേപോലെ വറുത്തെടുത്താലേ പറ്റത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഓരോന്ന് പിടിച്ച് ഇടുന്ന ആ ഒരു സമയത്ത്, ഉണ്ടയാക്കി ഇടുന്ന സമയത്ത് അടുത്തത് പിന്നെ കൂടുതൽ അങ്ങോട്ട് മൂത്ത് പോകും. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഇപ്പോൾ നമ്മളിതാ രണ്ടാമത്തെ തട്ടും വറുത്ത് കോരിയിട്ടുണ്ട്. ശരിക്കും നല്ല ക്രിസ്പി ആയിട്ട് രണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് കണ്ടില്ലേ, എല്ലാം ഒരേപോലെ തന്നെ മൂത്ത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാം കൂടി ഫ്രൈ പാനിൽ നിന്നും എല്ലാം കോരി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണമെന്നുള്ളവർക്ക് നമുക്കിത് കൊടുക്കാം കഴിക്കാനായിട്ട്. ഇവിടെ പിന്നെ 2 വികൃതികളുണ്ടല്ലോ, അവർക്ക് പിന്നെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും ഞാൻ ഉണ്ടാക്കി വെച്ചപ്പം മുതലേ അടുപ്പിൽ നിന്ന് കൈയിട്ട് വാരിക്കൊണ്ട് പോകുന്നതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ടു. എന്നാലും ഞാൻ കണ്ടില്ലെന്ന് നടിച്ചതാട്ടോ. അങ്ങനെ നമ്മുടെ ബ്രെഡ് മുറുക്ക് ദേ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അരി കുതിർക്കണ്ട, വേറൊന്നും ചെയ്ത് കഷ്ടപ്പെടണ്ട. വെറുതെ ബ്രെഡ് അങ്ങോട്ട് എല്ലാം കൂടി ചേർത്തങ്ങ് കുഴച്ചെടുത്താൽ മതി. വെള്ളം തിളപ്പിക്കണ്ട, ഒന്നും ചെയ്യണ്ട. ഇതേപോലെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ഈ ഒരു ബ്രെഡ് മുറുക്ക് ഇവിടെ തയ്യാറായി. അപ്പോഴേ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അങ്ങനെ ബ്രെഡ് മുറുക്ക് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളൊന്ന് കമൻറ്റ് കൂടി ഇടുക കേട്ടോ. വളരെ കണ്ടോ, കറക്റ്റ് എന്തൊരു സൗണ്ടാ. കറക്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല കരിമുര കറുമുറ എന്ന് പറഞ്ഞതുപോലെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ, വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പി. ആരും ഉണ്ടാക്കാതിരിക്കരുത്. പിന്നെ എല്ലാവരും ലൈക്ക് അടിക്കുക, സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. പിന്നെ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് 100% വിശ്വാസമാണ്. അപ്പോൾ താങ്ക്